അപ്പോൾ നമ്മൾ പഞ്ചാബിലോട്ട് പോകുന്നത് 10-7, 1, 2, 3 ഒന്നുമല്ല, 10-7 രാജ്യസഭാംഗങ്ങളും ബി ജെ പിയിൽ എത്തിയതിന് പിന്നാലെ MLA-മാരും ബി ജെ പിയിലേക്ക് എത്തുമെന്ന അഭ്യൂഹം ആശങ്ക ആപ്പിലുണ്ട്. ഡൽഹിയിലെ 22 MLA-മാരിൽ 15 പേരും പാർട്ടി വിട്ടേക്കുമെന്നാണ് കേൾവി. അയോഗ്യതാ ഭീഷണി ഒഴിവാക്കാനാണ് സംഘടിത നീക്കമെന്ന് സൂചന. വിവരങ്ങളുമായി PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അരവിന്ദ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ വല്ലാത്തൊരു ട്വിസ്റ്റ് എന്ന് പറയാല്ലേ? വല്ലാത്തൊരു ട്വിസ്റ്റ്. അരവിന്ദ്, പഞ്ചാബിന് സമാനമായ കൂട്ടക്കൊഴിഞ്ഞുപോക്ക് ഡൽഹിയിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഡൽഹി ആം ആദ്മി പാർട്ടിയുടെ ജന്മദേശമാണ്. അവിടെ തന്നെ നാശം തുടങ്ങുന്നു എന്ന് കരുതണോ അരവിന്ദ്? ഹാഷ്മി, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സർവത്ര ആശങ്കക്കുഴപ്പമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പഞ്ചാബിന് പിന്നാലെ ഡൽഹിയിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് റിപ്പോർട്ടുകളുള്ളത്. 15 MLA-മാർ നിലവിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കുള്ളത് 22 MLA-മാരാണ്. ഇതിൽ 15 MLA-മാർ BJP-യിലേക്ക് മാറാനുള്ള ചർച്ചകൾ നടത്തി എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. 15 പേർ മാറുകയാണെങ്കിൽ ഇത്തരത്തിൽ അയോഗ്യനാക്കാൻ പറ്റില്ല എന്നതാണ് ഒരു സംഘടിത നീക്കത്തിന് ഇപ്പോൾ MLA-മാരുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഇതിനോടകം തന്നെ പ്രചരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കനത്ത തിരിച്ചടി ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. 22 MLA-യിലേക്ക് ആം ആദ്മി പാർട്ടി ചുരുങ്ങുകയും അതിൽ 15 പേർ ഇപ്പോൾ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസമാണ് രാഘവ് ചദ്ദ അടക്കമുള്ള 7 MP-മാർ ആ പാർട്ടി വിട്ടുവെന്ന് പ്രഖ്യാപിക്കുകയും അതിൽ 3 പേർ BJP-യിൽ ചേരുകയും ചെയ്തു. അതിനുശേഷം പഞ്ചാബിൽ MLA-മാരെ അടക്കം അടർത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം ഈ MP-മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. എന്തായാലും പഞ്ചാബിന് പിന്നാലെ ഡൽഹിയിലും സമാനമായ രീതിയിലുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നതാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ ആശങ്കക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. എന്തായാലും നിർണായകമായ ചർച്ചകൾ ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങളിൽ നടക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ മനീഷ് സിസോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഉടൻ തന്നെ സഞ്ജയ് സിംഗിനെ കണ്ട ശേഷം സഞ്ജയ് സിംഗ് ഈ 3 MP-മാരെ അയോഗ്യരാക്കണമെന്ന കത്ത് രാജ്യസഭാ അധ്യക്ഷന് സമർപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം നിൽക്കുന്നു. അതേസമയം പഞ്ചാബിലും അതുപോലെ തന്നെ ഡൽഹിയിലും MLA-മാരെ ഒപ്പം നിർത്താനുള്ള ചർച്ചകൾ ആം ആദ്മി പാർട്ടി നടത്തും. അരവിന്ദ് കെജ്രിവാളിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ഉന്നതതല യോഗത്തിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ നടക്കുക. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം 2027 ഫെബ്രുവരിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ 7 MP-മാർ പോകുന്നത് രാജ്യസഭയിൽ NDA-ക്ക് അല്ലെങ്കിൽ BJP-ക്ക് ഒരു അംഗബലം കൂടുന്നതിലപ്പുറം തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു BJP നീക്കമാണ്. കാരണം പ്രാദേശികമായ ഒരു മുഖം BJP-ക്ക് തെരഞ്ഞെടുപ്പിൽ ആവശ്യമാണ്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് വരുന്ന നേതാക്കളെ അടക്കം മുൻനിർത്തിക്കൊണ്ടായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ ഒരു പ്രചാരണം നടക്കാൻ പോകുന്നത്. എന്തായാലും 4 MP-മാർ, ഇപ്പോൾ 3 MP-മാരാണ് നിലവിൽ BJP-യിൽ ഔദ്യോഗികമായി ചേർന്നിരിക്കുന്നത്. മറ്റ് 4 പേർ കൂടി ഉടൻ BJP-യിൽ ചേരുമെന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം MLA-മാരടക്കം BJP-യിലേക്ക് മാറാനുള്ള നീക്കങ്ങളും സജീവമാക്കിയിരിക്കുകയാണ്. ഹാഷ്മി, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.